ഹലോ, ഗുഡ് മോർണിംഗ്. ബോട്ടണി ഓൺലൈൻ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ലാസ്റ്റ് വീഡിയോ ആണെന്ന്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഒന്ന് സീഡ് ഡോർമൻസി, മറ്റൊന്ന് സീഡ് വയബിലിറ്റി, ദെൻ ഫ്രൂട്ട്സ്, പാർത്തനോകാർപ്പി, അപ്പോമിക്സിസ് ആൻഡ് പോളി എംബ്രിയോണി. അത് സീഡ് ഡോർമൻസി. എന്താണ് ഡോർമൻസി? ഡോർമൻസി എന്ന് പറഞ്ഞാൽ ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യാനുള്ള എല്ലാ കണ്ടീഷൻസും ഉണ്ട് എങ്കിൽ പോലും ജെർമിനേറ്റ് ചെയ്യാതെ ഇരിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ആ പീരീഡിനെയാണ് ഡോർമെന്റ് പീരീഡ്, ആ കണ്ടീഷനെയാണ് ഡോർമൻസി എന്ന് പറയുക. ദ ഇനബിലിറ്റി ഓഫ് certain seeds to germinate readily even when they are provided with all conditions required for germination. ജെർമിനേഷന് വേണ്ടിയുള്ള എല്ലാ കണ്ടീഷൻസും ഫേവറബിൾ ആണ് എങ്കിലും ജെർമിനേറ്റ് ചെയ്യാതെ ഇരിക്കുന്നതിനെയാണ് ഡോർമൻസി എന്ന് പറയുക. അതിന് പല കാരണങ്ങളുണ്ടാകാം. സീഡിൻ്റെ തന്നെ കാരണങ്ങൾ കാണാം, അല്ല എങ്കിൽ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സായ ടെമ്പറേച്ചർ, മോയ്സ്ചർ, ഇതൊക്കെ അതിനെ ബാധിക്കാം. ഇനി നമ്മൾ പറയുന്നത് മെക്കാനിസം ഓഫ് സീഡ് ഡോർമൻസി ആണ്. വാട്ട് ആർ ദ 3 മെക്കാനിസംസ് ദാറ്റ് ഇമ്പോസ് സീഡ് ഡോർമൻസി? അതിലൊന്ന് ഹാർഡ് സീഡ് കോട്ടാണ്. നമുക്കറിയാം ടെസ്റ്റ, ടെക്മൻ എന്ന് സീഡ് കോട്ടിനെ പറയും. ഹാർഡ് സീഡ് കോട്ട് പല കാര്യങ്ങളും തടയുന്നുണ്ട്. പല സീഡ്സിലും ഡോർമൻസിക്ക് കാരണമാകുന്നതും ഹാർഡ് സീഡ് കോട്ടാണ്. സീഡ് കോട്ട് കട്ടിയുള്ളത് കൊണ്ട് വാട്ടർ അപ്ടേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടാം. അതുപോലെ എംബ്രിയോ എക്സ്പാൻഡ് ചെയ്യാതെ ഇരിക്കാം. ദെൻ ഗ്യാസിന് അകത്തേക്ക് ഇൻഫ്യൂസ് ചെയ്യാൻ പറ്റാതെ ഇരിക്കാം. ഗ്യാസ് പെർമിയബിലിറ്റി തടസ്സപ്പെടുത്താം. പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇൻഹിബിറ്റേഴ്സ് അകത്തേക്ക് കടക്കും. അത് ഇൻഹിബിറ്റേഴ്സ് കടന്ന് ജെർമിനേഷൻ തടസ്സപ്പെടുത്താം. സോ ഇതൊന്നുമല്ലാതെ സീഡിനുള്ളിലുള്ള എംബ്രിയോ പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല, ഓർ അണ്ടർ ഡെവലപ്ഡ് ആണ് എങ്കിലും സീഡ് ജെർമിനേറ്റ് ചെയ്യാതെ ഇരിക്കും. ആ അവസ്ഥയെ സീഡ് ഡോർമൻസി എന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ പറയുന്നത് സീഡ് വയബിലിറ്റിയാണ്. ഇത് രണ്ടും നമുക്ക് ഏകദേശം ഒരേ സമയം പറയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ്? സീഡിന്റെ കപ്പാസിറ്റിയാണ് അവിടെ പറയുന്നത്. ജെർമിനേറ്റ് ചെയ്യാനും ജെർമിനേറ്റ് ചെയ്യാതെ ഇരിക്കാനും. ചെയ്യാതെ ഇരുന്നാൽ അതിനെ ഡോർമൻസി എന്ന് പറയും. ഇനി എല്ലാ കണ്ടീഷൻസും ഫേവറബിൾ ആകുമ്പോൾ ഒരു സീഡ് അല്ലെങ്കിൽ ഒരു സീഡ് ഡോർമെന്റ് ആയിട്ട് ഇരുന്നിട്ട് ആ ഡോർമൻസി പീരീഡ് കഴിഞ്ഞിട്ട് അത് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ അത്രയും കാലയളവ് അതിൻ്റെ എംബ്രിയോ ജീവനോടെ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. സോ ആ ഒരു അവസ്ഥ, അതായത് എംബ്രിയോ ഒരു എന്താ പറയുക, ജെർമിനേറ്റ് ചെയ്യാവുന്ന അവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു രീതിയാണ് സീഡ് വയബിലിറ്റി എന്ന് പറയാം. ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ കേപ്പബിൾ ആകുന്നു എങ്കിൽ, കേപ്പബിൾ ആണ് ആഫ്റ്റർ എ പീരീഡ് ഓഫ് ഡോർമൻസി എങ്കിലും, ആ കാലയളവിനെയാണ് അതിൻ്റെ വയബിലിറ്റി പീരീഡ് എന്ന് പറയുക. വയബിലിറ്റി പീരീഡ് സീഡിന് വ്യത്യാസം വരാം. ഇപ്പോൾ ഡോർമൻസി പീരീഡ് അനുസരിച്ച് അത് പിന്നെ വയബിലിറ്റി പീരീഡും വ്യത്യാസപ്പെടാം. ചില സീഡ്സിൽ വളരെ എന്താ പറയുക, കുറച്ച് കാലം മാത്രം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമായിരിക്കും, വിതിൻ എ വീക്ക് ആയിരിക്കാം സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ ഉള്ള അവസരം ഉണ്ടാകുക. അത്രയും നാളെ സീഡ് വയബിളായി നിൽക്കൂ, അതായത് എംബ്രിയോ അതിൽ ജീവനോടെ ഇരിക്കൂ. ആ കാലയളവിനുള്ളിൽ ജെർമിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഡോർമൻസി പീരീഡും അത് വളരെ ഷോർട്ട് എന്നർത്ഥം, അല്ലേ? ഇനി ചില സീഡ്സിൽ അങ്ങനെയല്ല, ലോങ് ലീവ്ഡ് ആണ് സീഡ്സ്. കുറേ കാലം ആ എംബ്രിയോ നശിച്ചു പോകാതെ പ്രൊട്ടക്റ്റ് ചെയ്ത്, അതിൻ്റെ സീഡ് കോട്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റു ഫാക്ടേഴ്സ് ആയിരിക്കാം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അങ്ങനെ വയബിളായിട്ട് നിലനിർത്താം. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, സം സീഡ്സ് ആർ വെരി ഷോർട്ട് ലീവ്ഡ് ലൈക്ക് വില്ലോ, അതായത് ലെസ് ദാൻ 1 വീക്കാണ് അതിൻ്റെ വയബിലിറ്റി പീരീഡ്. എന്നാൽ വെരി ലോങ് ലീവ്ഡ് സീഡ്സും ഉണ്ട്, ലൈക്ക് മൈമോസ. മൈമോസ അറിയാമോ? തൊട്ടാവാടി.
to 21 years ആണ് അതിന്. ഇനി പല കണ്ടീഷൻസ് അതിന് റിക്വയർഡ് ആണ്, അല്ലെങ്കിൽ അത്രയും വയബിലിറ്റി ഏത് പീരീഡ് ആണെങ്കിലും ശരി വയബിളായിട്ട് നിലനിൽക്കാൻ സീഡിന് ചില റിക്വയർമെന്റ്സ് ഉണ്ട്. ആ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഒന്ന്, കോൾഡ് അല്ലെങ്കിൽ ഡ്രൈ കണ്ടീഷൻ, ഓരോന്നിനും ഓരോ രീതിയിലാണ്. പിന്നെ അവിടെ ലഭ്യമാകുന്ന എൻവയോൺമെന്റ്, ആനറോബിക് എൻവയോൺമെന്റ്, ഇതൊക്കെ സീഡിനെ വയബിൾ ആക്കി നിലനിർത്താൻ കാരണമാകും. അങ്ങനെ ഈ കണ്ടീഷൻസ് ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് സീഡ്സ് കളക്ട് ചെയ്ത് അതിൻ്റെ എംബ്രിയോ നശിച്ചു പോകാതെ ഏറെ നാളത്തേക്ക് സൂക്ഷിച്ചു വെക്കുന്ന രീതിയായ സീഡ് ബാങ്ക് പ്രവർത്തിക്കുക. സീഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? വയബിളായിട്ട് സീഡ്സിനെ റിമൈൻ ചെയ്യിച്ച് അല്ലെങ്കിൽ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് സീഡ് ബാങ്ക് എന്ന് പറയുക. അപ്പോൾ സീഡ് ബാങ്കിൽ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടാകും? അവിടെ ആ സീഡിൻ്റെ ജെർമിനേഷൻ അത്രയും നാൾ അല്ലെങ്കിൽ വയബിളായിട്ട് ആ എംബ്രിയോ നിലനിർത്താൻ തക്കവണ്ണമുള്ള എൻവയൺമെൻറ്റ് കണ്ടീഷൻസ് അവിടെ ഉണ്ടാക്കി കൊടുത്തിരിക്കും, അല്ലേ? നമുക്ക് പല സീഡ്സും അതിൻ്റെ ഡോർമൻസി പീരീഡ് അനുസരിച്ച് അതിൻ്റെ ഓരോന്നിൻ്റെയും വയബിലിറ്റി പീരീഡിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് ഫോസിൽ റെക്കോർഡ്സിൽ നിന്ന് വരെ നമുക്ക് വയബിൾ സീഡ്സിനെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ കണ്ടെത്തിയ ഓൾഡസ്റ്റ് സീഡാണ് നമ്മളിവിടെ പറയുന്നത് ല്യൂപ്പിനസ് ആർക്ടിക്കസ് എന്ന ചെടിയുടെ, ആർട്ടിക് തുൻഡ്രയിൽ ല്യൂപ്പിനസ് ആർക്ടിക്കസ് എന്ന ചെടിയുടെ സീഡ് ഇതേപോലെ ഫോസിൽ റെക്കോർഡ്സിൽ നമുക്ക് കിട്ടി. ആ ഫോസിൽ റെക്കോർഡിൻ്റെ പഴക്കം നോക്കിയപ്പോൾ ഏകദേശം 10,000 ഇയർ പഴക്കമുള്ള സീഡാണ്. പക്ഷെ ആ സീഡ് റിക്കവർ ചെയ്തു, അത് നശിച്ചു പോയിട്ടില്ലായിരുന്നു എന്നതിന് തെളിവ് അത് ജെർമിനേറ്റ് ചെയ്തു, ആ ചെടി വളർന്നു, ഫ്ലവർ ചെയ്തു. അപ്പോൾ അത്രയും നാളും അതിൻ്റെ ഡോർമെൻ്റ് ആയിട്ട് പക്ഷെ വയബിൾ സീഡോടെ ഇരിക്കാൻ ഉള്ള അവസ്ഥ, ആ കണ്ടീഷൻ അതിന് കിട്ടിയിരുന്നു എന്നർത്ഥം, അല്ലേ? ഇനി അതുപോലെ ഒരു റീസെൻ്റ് ആയിട്ട് പിന്നെ കിങ് ഹെറോൾഡിൻ്റെ പാലസിനടുത്ത്, അതായത് ഡെഡ് സീയുടെ അടുത്തുള്ള കിങ് ഹെറോൾഡ്സ് പാലസിൽ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ, അതായത് ഈ നമ്മൾ പറഞ്ഞ ഫോസിൽ റെക്കോർഡ്സ് ആയിട്ട് തന്നെ ഒരു സീഡ് കണ്ടെടുത്തു. അത് ഒരു വയബിൾ സീഡായിരുന്നു. അത് 2000 വർഷം പഴക്കമുള്ള ഒരു വയബിൾ സീഡായിരുന്നു. അത് കണ്ടെത്തിയത് ഡേറ്റ് പാമിൻ്റെ സീഡാണ് കണ്ടെത്തിയത്. ഡേറ്റ് പാം അറിയാമല്ലോ, ഫീനിക്സ് ഡാക്ടൈലിഫറ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടല്ലോ. ഓക്കെ, സോ വയബിലിറ്റി എന്ന് പറയുന്നത് വ്യത്യാസപ്പെടാം, അതിൻ്റെ പീരീഡ് വ്യത്യാസപ്പെടാം, പക്ഷെ ആ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണെങ്കിൽ കണ്ടീഷൻസ് റിക്വയർഡ് ഫോർ റിമൈനിങ് ദ സീഡ് വയബിൾ, ആ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുകയാണ്, അല്ലേ? ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ ഫീനിക്സ് ഡാക്ടൈലിഫറയാണിത്. ഇത് ലൂപ്പിനസ് ആർക്ടിക്കസ്. ലൂപ്പിനസ് ആർക്ടിക്കസ് എന്ന് പറയുന്നതും ഫീനിക്സ് ഡാക്ടൈലിഫറയും സീഡ് വയബിലിറ്റി നമുക്ക് പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് കാണിച്ചു തരുന്ന ചെടികളാണ്. ഓക്കെ, അതിൻ്റെ ലൂപ്പിനസ് ആർക്ടിക്കസിൻ്റെ സീഡ്സ് ആണിത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രൂട്ട്സിനെ പറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് പറഞ്ഞിരുന്നു. അതായത് ഓവറി വോള് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ വിൽ ബിക്കം ഫ്രൂട്ട്, ഓവ്യൂൾ ബിക്കം സീഡ് ഡെവലപ്മെന്റ് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓവറി വോളിന്, ഓവ്യൂൾ ഇരിക്കുന്ന എവിടെയാണ്? കാർപ്പലിനുള്ളിൽ ഓവറിക്കകത്ത് പ്ലാസെന്റം എന്ന ടിഷ്യൂവിലാണ്. ആ പ്ലാസെന്റം എന്ന ടിഷ്യൂവിൽ ഓവ്യൂള് സീഡായി മാറി, ഫെർട്ടിലൈസേഷൻ നടന്ന് സീഡായി മാറി. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ചേഞ്ചസ് ഉൾക്കൊണ്ട് പുറമേ, അതായത് ഓവറി വോള് എന്തായി മാറും? ഫ്രൂട്ടായി മാറും. സോ ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്, എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞ് വേഗം പോകാം. ഫ്രൂട്ട്സിനെ നമുക്ക് പൊതുവെ പല രീതിയിൽ തരംതിരിക്കുന്നുണ്ട്.
ഇവിടെ നമ്മൾ ബേസ്ഡ് ഓൺ ഫോർമേഷനാണ് നമ്മൾ തരംതിരിക്കുന്നത്. ഒന്ന് ട്രൂ ഫ്രൂട്ട്, മറ്റൊന്ന് ഫാൾസ് ഫ്രൂട്ട്, ഇനി മറ്റൊന്ന് പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട്സ്. ട്രൂ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഓവറിയിൽ നിന്ന് ഓവറി ഫെർട്ടിലൈസേഷൻ നടന്ന് ആ ഓവറി വോള് ഓവ്യൂൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, അപ്പോൾ ഓവറി വോള് തന്നെ ഫ്രൂട്ടായി മാറുന്നുവെങ്കിൽ അതിനെ ട്രൂ ഫ്രൂട്ട് എന്ന് വിളിക്കാം. ഓവറി വോൾ ഒഴികെ ഫ്ലവറിന്റെ മറ്റേതെങ്കിലും പാർട്ട് ഫ്രൂട്ട് വാളായിട്ട് മാറുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫാൾസ് ഫ്രൂട്ട്. ഇനി ഈ രണ്ട് കേസിലും ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. ഇനി ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഓവ്യൂള് സീഡായി ഒന്നും മാറുന്നില്ല അതിനു മുമ്പേ, അല്ലെങ്കിൽ അത് കൺസിഡർ ചെയ്യാതെ തന്നെ ഓവറി വോള് ഫ്രൂട്ടായി മാറാം വിതൗട്ട് അണ്ടർഗോയിങ് ഫെർട്ടിലൈസേഷൻ ഓഫ് ഓവ്യൂൾ. ആ കണ്ടീഷനെയാണ് പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് പറയാം. സോ വാട്ട് ആർ ട്രൂ ഫ്രൂട്ട്സ്? ഫ്രൂട്ട് ഡെവലപ്ഡ് ഫ്രം ovary. False fruits, fruit developed from parts of the flower other than ovary. What are parthenocarpic fruits? Parthenocarpic fruits are fruits produced without fertilization. So they are seedless fruits. Okay. ഫ്രൂട്ട്സ് തന്നെ വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം നിങ്ങൾക്ക് പഠിക്കേണ്ട, ഇതിൽ ഒരു കാര്യം നമുക്ക് പറയാം. അതായത് ഫ്രൂട്ട് വോൾ എന്ന് പറയുന്നത് പെരിക്കാർപ്പാണ്. കഴിഞ്ഞ വർഷം പഠിച്ചല്ലേ? പെരിക്കാർപ്പിന്റെ നേച്ചർ അനുസരിച്ച് ഫ്രൂട്ടിനെ ഫ്ലഷി ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് തരംതിരിച്ചിട്ടുണ്ട്. ഫ്ലഷി ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ പെരിക്കാർപ്പ് മെച്ചുർ ആയി കഴിഞ്ഞും പെരിക്കാർപ്പ് ഫ്ലഷി ആയിട്ട് നിലനിൽക്കുന്ന ഫ്രൂട്ട്സ് ആണ് ഫ്ലഷി ഫ്രൂട്ട്. മെച്ചുർ ആയി കഴിയുമ്പോൾ പെരിക്കാർപ്പ് ഡ്രൈ ആയി പോകുന്ന ഫ്രൂട്ടാണ് ഡ്രൈ ഫ്രൂട്ട്സ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഫ്രൂട്ട്സ്. ഓവ്യൂള് സീഡായി മാറുമ്പോഴേക്ക് ഓവറി ഫ്രൂട്ടായി മാറും. ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഓവ്യൂൾസ് ഇൻറ്റു സീഡ് ആൻഡ് ഓവറി ഇൻറ്റു ഫ്രൂട്ട്, ഇത് രണ്ടും ഏകദേശം ഒരേ സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. എന്തിനാണ് ഈ ഫ്രൂട്ട് സാധാരണ ഉണ്ടാകുക? അതൊരു മെക്കാനിസമാണ്. എന്തിനു വേണ്ടി? സീഡ് ഡിസ്പേഴ്സലിനുള്ള ഒരു മെക്കാനിസമാണ്. ഇനി ഓവറി വോള് ഫ്രൂട്ടായി മാറും. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഓവ്യൂൾ ബിക്കം സീഡ്. ആ സമയത്ത് ഓവറി വോൾ വിൽ ബിക്കം ദ ഫ്രൂട്ട് വോൾ. ഫ്രൂട്ട് വോൾ ഇസ് കോൾഡ് പെരികാർപ്പ്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, ഓർക്കുന്നുണ്ടാവും. സോ ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് പെരിക്കാർപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞു മെച്ചുർ ആകുമ്പോൾ പെരിക്കാർപ്പിന്റെ നേച്ചർ എന്താണോ അതനുസരിച്ച് ഫ്രൂട്ട്സിനെ രണ്ടായി തരംതിരിക്കാം, ഫ്ലഷി ഫ്രൂട്ട്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ്. സോ ഫ്ലഷി ഫ്രൂട്ട്സ് തന്നെ എക്സാമ്പിൾ നോക്കിക്കേ. എന്തൊക്കെയാണ് ഫ്ലഷി ഫ്രൂട്ടിന് എക്സാമ്പിൾ? ഗുവാവ, ഓറഞ്ച്, മാംഗോ, കോക്കനട്ട്, ടൊമാറ്റോ, ഇതൊക്കെ. ഇനി വാട്ട് ആർ ഡ്രൈ ഫ്രൂട്ട്സ്? Fruits in which the pericarp will become dry on maturity are called dry fruits. An example ആണ് പയറുവർഗ്ഗങ്ങളൊക്കെ. നമുക്കറിയാം കടുക്, മസ്റ്റാർഡ് എന്ന് വെച്ചാൽ എന്താ? കടുക്. ഗ്രൗണ്ട്നട്ട് എന്താണ്? നിലക്കടല. ഇതൊക്കെ. ഓക്കെ. ഇനി ഫ്ലഷി ഫ്രൂട്ട്സിൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച പോയിന്റ് ഒന്നുകൂടി പറയാണ്. ഫ്ലഷി ഫ്രൂട്ട്സിൽ പെരിക്കാർപ്പിന് 3 ലെയേഴ്സ് ആണുള്ളത്. എന്തൊക്കെയായിരുന്നു അത്? outer part epicarp, middle mesocarp and inner endocarp. Okay, outer epicarp, middle mesocarp and inner endocarp. നമ്മൾ ഇവിടെ ആദ്യം പറഞ്ഞ ട്രൂ ഫ്രൂട്ടും ഫാൾസ് ഫ്രൂട്ടുമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ളത് ഒരു ഗ്രേപ്പ് ഫ്രൂട്ടാണ്, ദാറ്റ് ഈസ് ട്രൂ ഫ്രൂട്ട്. റൈറ്റ് സൈഡിലുള്ളത് ഒരു ഫാൾസ് ഫ്രൂട്ടാണ്, ആപ്പിൾ. എന്തുകൊണ്ടാണ് നോക്കാം. ഇവിടെ നോക്കിയേ, ഫ്രൂട്ടായി മാറിയിരിക്കുന്ന പാർട്ട് ഏതാണ്? സ്വള്ളൻ ഓവറി ആണ്. ഫ്രൂട്ട് സ്വള്ളൻ ഓവറി. അതിൽ സീഡ്സ് ഉണ്ട്, ഫെർട്ടിലൈസ്ഡ് ഓവ്യൂൾസ് ഉണ്ട്, അല്ലേ? പെരിക്കാർപ്പ് ഫ്ലഷിയാണ്. എന്നാൽ ഇവിടെ നോക്കിയേ,
ആപ്പിളില് എഡിബിൾ പാർട്ട് എന്ന് പറയുന്നതാണ് ഫ്ലവർ പാർട്സ് ഫ്യൂസ്ഡ് ആൻഡ് ബിക്കം സ്വോളൻ ടു ഫോം ഫ്രൂട്ട്. ഇനി പെരിക്കാർപ്പ് ഏതാണ്? ഇന്നർ പാർട്ടിൽ കാണുന്ന ഭാഗമാണ് അല്ലേ. അവിടെ പെരിക്കാർപ്പ് സ്വോളൻ ആണോ? അല്ല, തിൻ ആൻഡ് പേപ്പറി ആണ്. അതിനുള്ളിലാണ് സീഡ്സ് ഇരിക്കുന്നത്. മനസ്സിലായല്ലോ. സോ ട്രൂ ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഫ്രൂട്ട് ഡെവലപ്ഡ് ഫ്രം ഓവറി. ഫാൾസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ഡെവലപ്ഡ് ഫ്രം എനി പാർട്ട് ഓഫ് ദ ഫ്ലവർ അതർ ദാൻ ഓവറി. നമ്മൾ പറഞ്ഞ ഫ്ലഷി ഫ്രൂട്ട്സിന് എക്സാമ്പിൾസ് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ ലെമൺ കാണാം, നിങ്ങൾ കാണാമല്ലോ. ലെമൺ ടൈപ്പ് ഓഫ് ഫ്രൂട്ടിന്റെ പേരാണ് അതിന് കൂടെ എഴുതിയിരിക്കുന്നത്, ഹെസ്പെറിഡിയം. അതുപോലെ പംകിൻ ടൈപ്പ് ഓഫ് ഫ്രൂട്ട് ഇസ് കോൾഡ് പെപ്പോ. ഇറ്റ് ഇസ് എ ഫ്ലഷി ഫ്രൂട്ട്. ഹെസ്പെറിഡിയം, പെപ്പോ, അതുപോലെ ബെറി, ഡ്രൂപ്പ്, ഇങ്ങനെയൊക്കെയാണ് ഫ്ലഷി ഫ്രൂട്ട്സിന്റെ ടൈപ്സ്. അപ്പോൾ പംകിനിലുള്ളത് പെപ്പോ എന്ന് വിളിക്കും. പെപ്പോ. ഇവിടെ ഒരു രണ്ട് ബെറിയാണ് കാണിച്ചിരിക്കുന്നത്. ഒന്ന് ടൊമാറ്റോ കാണിച്ചിട്ടുണ്ട്, മറ്റൊന്ന് പോംഗ്രനേറ്റ്. ഓക്കെ, ദീസ് ആർ ട്രൂ ഫ്ലഷി ഫ്രൂട്ട്സ്. ഇത് ഫ്ലഷി ഫ്രൂട്ടും ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട്. അതായത് ഇവിടെ ഒരു ഫ്ലഷി ഫ്രൂട്ട് ഉണ്ട്. എന്താണ്? മാംഗോ. മാംഗോ ഇസ് എ ഫ്ലഷി ഫ്രൂട്ട്. ഇറ്റ്സ് കോൾഡ് ഡ്രൂപ്പ്. ഇവിടെ ഒരു ഡ്രൈ ഫ്രൂട്ട് ആണ് കാണിച്ചിരിക്കുന്നത്. എന്താണ് അതിന്റെ പേര്? ലെഗ്യൂം. പയർവർഗ്ഗങ്ങളിലെല്ലാം കാണുന്ന തരം ഫ്രൂട്ട് ഏതാണ്? ലെഗ്യൂം. ഇതിൽ സീഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ? ഓക്കെ. ഇനി മറ്റൊരു ഡ്രൈ ഫ്രൂട്ട് ആണ് നട്ട്. അറിയാമല്ലോ, പറങ്ങേണ്ടിയാണത്, കാണാമല്ലോ. ഇനി ഫ്ലഷി ഫ്രൂട്ട്സിൽ തന്നെ വരുന്ന മറ്റൊന്നാണ്, അതായത് ഡ്രൂപ്പ് എന്ന ഇനത്തിൽ തന്നെ വരുന്ന മറ്റൊന്നാണ് കോക്കനട്ട്. കണ്ടല്ലോ. സോ കോക്കനട്ട് ഇസ് എ ഫ്ലഷി ഫ്രൂട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ എപ്പികാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ് എന്നിങ്ങനെ ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ടോ? മാംഗോയില് ഔട്ടർ എപ്പികാർപ്പ്, അതിന്റെ പുറംതൊലി. മിഡിൽ പാർട്ടാണ് ജ്യൂസി പാർട്ടായി മാറുന്ന മീസോകാർപ്പ്. സീഡ് ഇരിക്കുന്ന അറയുടെ ഭാഗമാണ് എൻഡോകാർപ്പ്. ഇവിടെ കോക്കനട്ടിലാണെങ്കിൽ ഔട്ടർ എപ്പികാർപ്പ്, മിഡിൽ മീസോകാർപ്പ് ആൻഡ് ഇന്നർ സ്റ്റോണി എൻഡോകാർപ്പ്. ഇത് എൻഡോസ്പെർം. അറിയാമല്ലോ, പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ഡ്രൈ സീഡ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. പല പേരുകളാണ്. സെമാര, മാപ്പിൾ ട്രീയുടെ സീഡാണിത്. അതുപോലെ ലെഗ്യൂം, പീനട്ട് അറിയാലോ, കപ്പലണ്ടി, ലെഗ്യൂമാണ്. പിന്നെ കൊറിയാൻഡർ ആണിത്. കൊറിയാൻഡർ എന്ന് വെച്ചാൽ മല്ലി. ഇത് അബ്യൂട്ടിലോൺ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇത് ആവണക്കിൻ്റെ ഫ്രൂട്ടാണ്. പിന്നെ തൊട്ടാവാടിയുടെ ഫ്രൂട്ടാണിത്, ലമെൻഡം. പിന്നെ ഇവിടെ സൺഫ്ലവറിൻ്റെ പോലത്തെ സീഡ് കാണാം, ഇതല്ലേ. അപ്പോൾ ഇതൊക്കെ പലതരം ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഓക്കെ, ഇനി ഫാൾസ് ഫ്രൂട്ട്സ്. വാട്ട് ആർ ഫാൾസ് ഫ്രൂട്ട്സ്? ഫ്രൂട്ട് ഡെവലപ്ഡ് ഫ്രം എനി പാർട്ട് ഓഫ് ദ ഫ്ലവർ അതർ ദാൻ ഓവറി. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ഏതാണ്? ആപ്പിൾ. ആപ്പിളിൽ ഏത് പാർട്ടാണ് ഫ്ലഷി ആയിട്ട് മാറിയിരിക്കുന്നത്? ബാക്കി ഫ്ലോറൽ പാർട്സ് ആണ്. നമ്മുടെ പെഡിസൽ ഇവിടെ കാണാം. ബാക്കി തലാമസ്, അതിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് എന്തായിട്ട് മാറിയിരിക്കുന്ന? ഫ്രൂട്ടായി മാറിയിരിക്കുന്നത്. സീഡ് ഇരിക്കുന്ന ഈ ഭാഗത്തുള്ള പച്ച നിറമുള്ള നടുഭാഗമാണ് എന്ത്? പെരിക്കാർപ്പ് എന്ന് പറയാം. ഓക്കെ, ഇതും എന്താ നമ്മൾ പറഞ്ഞ ഫാൾസ് ഫ്രൂട്ടിന് എക്സാമ്പിൾ ആണ്. ഫാൾസ് ഫ്രൂട്ടിനെ നമ്മൾ വിളിക്കും സ്യൂഡോകാർപ്പ്. ഇവിടെ പറങ്കേണ്ടി കണ്ടു, പറങ്കിമാമ്പഴം ഉണ്ട്, പറങ്കേണ്ടി ഉണ്ട് അല്ലേ. കാഷ്യൂ ആപ്പിൾ എന്ന് പറയുന്നത് തലാമസ് മോഡിഫൈ ചെയ്തതാണ്. തലാമസ് ഫ്ലഷി ആയിരിക്കുകയാണ്. എന്നാൽ ശരിക്കുള്ള ഫ്രൂട്ട് ഏതാണ്? ട്രൂ ഫ്രൂട്ട് ഏതാണ്? കാഷ്യൂ നട്ട്. കാഷ്യൂ നട്ട് ഒരു ഡ്രൈ ഫ്രൂട്ടാണ്. കാഷ്യൂ നട്ടിന് ഉൾവശമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതെന്താ? സ്ട്രോബെറി. സ്ട്രോബെറിയിലുള്ള ഓരോ പൊട്ടുകളും, ഓരോ കുത്തുകൾ കാണുന്നില്ലേ, അതൊക്കെ ഇൻഡിവിജ്വൽ ഫ്രൂട്ട്സ് ആണ്. ആ ഫ്രൂട്ട്സ് എല്ലാം കൂടെ അഗ്രിഗേറ്റ് ചെയ്തിരിക്കുകയാണ്. അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് വിളിക്കും. ഓക്കെ,
ഇനി നമ്മൾ ഈ പറഞ്ഞ ഫോൾസ് ഫ്രൂട്ടിനെ പറ്റി ഒന്ന് നോക്കാം. ഇൻ മോസ്റ്റ് പ്ലാന്റ്സ് ബൈ ദ ടൈം ദ ഫ്രൂട്ട് ഡെവലപ്സ് ഫ്രം ദ ഓവറി other floral parts degenerate and fall off. However, in a few species such as apple, cashew, strawberry, etc., the thalamus contribute to fruit formation. Such fruits are called false fruits. അപ്പോൾ ഓവറിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ട്സിനെ എന്ത് വിളിക്കും? ട്രൂ ഫ്രൂട്ട്സ്. ഇനി നമ്മൾ മൂന്നാമതൊരു തരം ഫ്രൂട്ട് പറഞ്ഞിരുന്നു, പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട്സ്. ദേ ആർ കോൾഡ് സീഡ്ലെസ് ഫ്രൂട്ട്സ്. എന്തുകൊണ്ടാണ്? ഫ്രൂട്ട് ദാറ്റ് ആർ ഡെവലപ്ഡ് without fertilization, without pollination or fertilization. It is called parthenocarpic fruits. Example, banana, navel orange, etc. ഇനി അതിനെപ്പറ്റി എക്സ്പ്ലനേഷൻ നമുക്ക് വായിച്ചു നോക്കാം. Although in most of the species fruits are the results of fertilization, there are few species in which fruit develop without fertilization. അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കാതെ, സീഡൊന്നും ഉണ്ടാകാതെ തന്നെ ഫ്രൂട്ടായി മാറാം. ആ അവസ്ഥയാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. അതായത് ഓവറി തന്നെയാണ് ഫ്രൂട്ടായി മാറുക, പക്ഷേ അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കില്ല. ഓവറിക്കുള്ളിൽ ഓവറിയുള്ള ഫെർട്ടിലൈസേഷൻ ഒക്കെ നടക്കാതെ തന്നെ ഫ്രൂട്ട് ഫോർമേഷൻ നടക്കാം. ഇത് നാച്ചുറലി നടക്കുന്ന ഒന്നാണ് ബനാന. ഇനി വേണമെങ്കിൽ അത് ആർട്ടിഫിഷ്യലി അതിനെ കൊണ്ട് ചെടികളിൽ ഇൻഡ്യൂസ് ചെയ്യിക്കാം ആ ഒരു കണ്ടീഷൻ. പ്ലാന്റ്സിൽ ആ സീഡ്ലെസ് കണ്ടീഷന് കാരണമാകുന്നത് ചില പ്ലാന്റ് ഹോർമോൺസ് ആണ്. ഈ ഹോർമോൺസിൻ്റെ എഫക്റ്റ് ആണ് സീഡ്ലെസ് ഫ്രൂട്ട്സ് ഉണ്ടാകാൻ കാരണമാകുന്നത്. ഏതൊക്കെ ഹോർമോൺസ് ആണെന്ന് അറിയാമല്ലോ, പഠിച്ചതാണ്. ഓക്സിൻ, ഗിബെർലിൻ ആൻഡ് ചില കേസിൽ സൈറ്റോകൈനിൻസ്. ഓക്കെ, ദാറ്റ് ഇൻഡ്യൂസ് പാർത്തനോകാർപ്പി. ഇവിടെ രണ്ട് ഫ്രൂട്ട് കാണിച്ചിട്ടുണ്ട്. ലെഫ്റ്റിൽ കാണിച്ചിരിക്കുന്ന ഡ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ട്രൂ ഫ്രൂട്ടാണ്. ഇതൊരു സ്യൂഡോ ഡ്രൂപ്പ് എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് എന്താ അർത്ഥം? വാൽനട്ട് ആണത്. അതിൽ ഡ്രൂപ്പ് പോലെ എന്നേ ഉള്ളൂ, പക്ഷെ അത് ഡ്രൂപ്പ് അല്ല, ട്രൂ ഫ്രൂട്ട് അല്ല. അതിൻ്റെ പാർട്ട് വേറെയാണ്. ഇവിടെ എന്താ ഉണ്ടായിരിക്കുന്നത്? വാൽനട്ട് ഷെൽ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? ഓവറി ടിഷ്യൂവിൽ നിന്നുണ്ടായിരിക്കുന്നു. ഇതില് ഡ്രൂപ്പിൽ പീച്ച്. എന്നാൽ in the case of walnut എവിടെയാണ് ഉണ്ടാകുന്നത്? fleshy layer is ovary tissue and the ovary plus sepal plus bract in walnut. Okay, so parthenocarpic fruits. പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ടൊമാറ്റോ ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ സീഡ് ഉള്ള ടൊമാറ്റോയും ഉണ്ട്, സീഡ്ലെസ് ടൊമാറ്റോയും ഉണ്ട്. അപ്പോൾ സീഡ്ലെസ് ടൊമാറ്റോ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഡ്യൂ ടു ഹോർമോണൽ എഫക്ട്സ് ആൻഡ് കണ്ടീഷൻ ഇസ് കോൾഡ് പാർത്തനോകാർപ്പി. ഇവിടെ ഗ്രേപ്സ് കാണാം. സീഡുള്ള ഗ്രേപ്സും ഉണ്ട്, സീഡ്ലെസ് ഗ്രേപ്സും ഉണ്ട്. കണ്ടില്ലേ? അതുപോലെ ബനാന സീഡഡ് ആൻഡ് സീഡ്ലെസ്. ഇവിടെ ടൊമാറ്റോ സീഡഡ് ആൻഡ് സീഡ്ലെസ്. ഓക്കെ, ഇതെന്തെന്നറിയുമോ? ഇത് ആലിൻ്റെ ഫ്രൂട്ടാണ്. ആൽമരം അറിയാലോ, ഫൈക്കസ്. അതിൻ്റെ ഫ്രൂട്ടാണ് ഫിഗ്. ഫിഗിൻ്റെ ഫ്രൂട്ടാണ്. സിൻഗോണിയം എന്ന് വിളിക്കും ആ ഫ്രൂട്ട് നെയിം. അതാണ് ഫിഗിൻ്റെ ഫ്രൂട്ടാണ്. ഇതും ഒരു പാർത്തനോകാർപ്പിക് ഫ്രൂട്ടാണ്. ഇവിടെ ഗ്രേപ്സിൻ്റെ രണ്ട് തരം, അതായത് റെഗുലർ ഗ്രേപ്സ് ആണിത്. ഓക്കെ, റെഗുലർ ഗ്രേപ്സ് ആണിത് വിത്ത് സീഡ്സ്. ഇത് പാർത്തനോകാർപ്പിക് സീഡ്ലെസ് ഗ്രേപ്സ് ആണ്. ഓക്കെ, ഇനി സീഡ്ലെസ് പപ്പായയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ പാർത്തനോകാർപ്പി മനസ്സിലായോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോമിക്സിസ് ആൻഡ് പോളി എംബ്രിയോണി എന്ന രണ്ട് ഭാഗങ്ങളാണ്. സാധാരണഗതിയിൽ സീഡ്സ് ഉണ്ടാകുന്നത് ഫെർട്ടിലൈസേഷൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണ്. ഫെർട്ടിലൈസേഷൻ നടന്ന് ഓവ്യൂൾ ഫെർട്ടിലൈസ് ചെയ്യപ്പെടുമ്പോൾ ആ ഓവ്യൂള് മോഡിഫൈ ചെയ്ത് ഉണ്ടാകുന്നതാണ് നമ്മുടെ സീഡ് എന്ന് വിളിക്കുക. എന്നാൽ ചില ഫ്ലവറിങ് പ്ലാന്റ്സിൽ, ഫോർ എക്സാമ്പിൾ ആസ്റ്ററേസിയെ ആൻഡ് ഗ്രാസസ്. ആസ്റ്ററേസിയ എന്ന് പറയുന്നത് സൺഫ്ലവർ ഫാമിലിയാണ്. ഗ്രാസ് അറിയാമല്ലോ, പുല്ലുവർഗം. ആ ചെടികളിൽ സീഡ് ഉണ്ടാകും വിതൗട്ട് അണ്ടർഗോയിങ് ഫെർട്ടിലൈസേഷൻ. അവിടെ ഫെർട്ടിലൈസേഷൻ മാത്രമല്ല നടക്കാത്തത്, മിയോസിസും നടക്കില്ല.
ആ കണ്ടീഷനെയാണ് അപ്പോമിക്സിസ് എന്ന് പറയുക. What is apomixis? Development of seeds without fertilization. Okay. So അപ്പോമിക്സിസ്, സീഡ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ പ്രോഡക്റ്റ് ആണ്, അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ പ്രോഡക്റ്റ് ആണ്. എന്നാൽ അപ്പോമിക്സിസിലും സീഡ് ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അത് സെക്ഷലി അല്ല ഉണ്ടാകുന്നത്, വിതൗട്ട് അണ്ടർഗോയിങ് ഫ്യൂഷൻ, സിൻഗമി നടക്കാതെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എന്തും രീതിയാണ് അവിടെ പറയുക? ഇറ്റ് ഈസ് എ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സോ അപ്പോമിക്സിസ് എന്താണ്? എ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. പക്ഷെ സീഡ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ടാകുന്നു. ആ സീഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ബൈ എ സെക്ഷുവൽ മീൻസ്. സോ അത് സെക്ഷൽ റീപ്രൊഡക്ഷനെ അനുകരിക്കുന്നു, സീഡ് ഉണ്ടാകുന്നു, പക്ഷെ ഉണ്ടാകുന്ന രീതി വ്യത്യസ്തം, എ സെക്ഷൽ മാനറിസം അല്ലേ. ഈ അപ്പോമിക്സിസ് എന്ന ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്തത് ഹാൻസ് വിങ്ക്ലർ എന്ന സയന്റിസ്റ്റ് ആണ്. ഹാൻസ് വിങ്ക്ലർ. അദ്ദേഹം പറഞ്ഞത് അപ്പോമിക്സിസ് എന്ന് പറയുന്നത് നോർമൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഒരു റീപ്ലേസ്മെന്റ് ആണ് ബൈ നോർമൽ എസെക്ഷൽ റീപ്രൊഡക്ഷൻ വിതൗട്ട് ഫെർട്ടിലൈസേഷൻ. അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ വിതൗട്ട് ഫ്യൂഷൻ എന്നർത്ഥം, അല്ലെങ്കിൽ എവേ ഫ്രം മിക്സിംഗ് എന്നാണ് അർത്ഥം. പേരിൽ സൂചിപ്പിക്കുന്നില്ല എങ്കിൽ പോലും അപ്പോമിക്സിസിൽ ഒരു കാര്യം കൂടി നടക്കുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ്? മിയോസിസ് നടക്കുന്നില്ല. മിയോസിസ് നടന്നാലാണ് റിഡക്ഷൻ ഡിവിഷൻ നടന്നാലാണ് ഗ്യാമീറ്റ് ഫോർമേഷൻ നടന്ന ഗ്യാമീറ്റ് ഫ്യൂസ് ചെയ്യുമ്പോൾ പേരൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ, അല്ലെങ്കിൽ ഡിപ്ലോയിഡ് നേച്ചർ തന്നെ ആ ഓർഗനിസത്തിന് വരിക അല്ലേ. അപ്പോൾ നോർമൽ സെക്ഷൽ റീപ്രൊഡക്ഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നോർമൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ഒരു രീതിയാണ് അപ്പോമിക്സിസ്. അപ്പോൾ നമുക്ക് തോന്നാം സെക്ഷൽ റീപ്രൊഡക്ഷൻ രീതികളായ ലീഫ് കട്ടിങ് അല്ലെങ്കിൽ സ്റ്റെം കട്ടിങ്സ് ഒക്കെ അപ്പോമിക്സിസ് ആണോ? അല്ല. അപ്പോൾ അപ്പോമിക്സിസ് എന്താണ്? അപ്പോമിക്സിസ് ആയിട്ട് കണക്കാക്കാവുന്ന എന്തൊക്കെയാണ്? അതാ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? റീപ്ലേസ്മെന്റ് ഓഫ് ദ സീഡ് ബൈ എ പ്ലാന്റ്ലെറ്റ്. ഒരു പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സീഡ് ഉണ്ടാകുന്നു വിത്തൗട്ട് ഫ്യൂഷൻ ആൻഡ് മിയോസിസ്. അതുപോലെ റീപ്ലേസ്മെന്റ് ഓഫ് ഫ്ലവർ ബൈ ബൾബിൽസ്. നമ്മൾ പഠിച്ചില്ലേ ബൾബിൽസ്? അഗെയിൻ അവിടെയൊക്കെ ആ രീതിയും ആ സെക്ഷൽ രീതി എന്ന് പറയുന്നത് എന്തായിട്ട് നമുക്ക് കണക്കാക്കാം? അപ്പോമിക്സിസ് മുഖേന എന്ന് പറയാം. ഫെർട്ടിലൈസേഷൻ നടക്കാതെ, അല്ലെങ്കിൽ മിയോസിസ് നടക്കാതെ, ഫെർട്ടിലൈസേഷൻ നടക്കാതെ പേരൻ്റൽ ടിഷ്യൂ, അതായത് മെറ്റേണൽ ടിഷ്യൂസ് ഡയറക്റ്റ് ആയിട്ട് എംബ്രിയോ ആയി മാറുക. ആ എംബ്രിയോ പിന്നെ എംബ്രിയോ ഉൾക്കൊള്ളുന്ന സീഡ് ഒരു പുതിയ ചെടിയായി മാറുക. ദാറ്റ് കണ്ടീഷൻ ഇസ് അപ്പോമിക്സിസ്. ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഈ അപ്പോമിക്സിസിനെ വിളിക്കുന്നത് അഗാമോസ്പെർമി എന്നാണ്. എ ഗ്യാമോസ്പെർമി. സ്പെർമ മീൻസ് സീഡ്. എ ഗ്യാമോ എന്ന് പറഞ്ഞാൽ എന്താണ്? വിതൗട്ട് ഫ്യൂഷൻ. അപ്പോൾ ഫ്യൂഷൻ നടക്കാതെ സീഡ് ഫോം ചെയ്യുന്ന രീതിയാണ് എന്ത്? അഗാമോസ്പെർമി. സോ അപ്പോമിക്സിസ് ഇസ് ഓൾസോ നോൺ ആസ് അഗാമോസ്പെർമി. ഇനി അങ്ങനെയെങ്കിൽ അതിനെ എസെക്ഷൽ രീതി എന്ന നമുക്ക് പറഞ്ഞ ഇതിൻ്റെ ബേസിസിൽ പറയാം. അപ്പോമിക്സിസ് is the process of formation of clonal seeds by asexual means അല്ലേ. സോ ക്ലോണൽ റീപ്രൊഡക്ഷൻ ത്രൂ സീഡ്സ് ആണ് എന്ത്? അഗമോസ്പെർമി. എ ഗ്യാമോസ്പെർമി എന്ന് ഓർക്കാം. എന്താണ് സ്പെർമ? സീഡ്. വിതൗട്ട് ഫ്യൂഷൻ സീഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ ചാപ്റ്ററിൽ പാർത്തനോജെനിസിസ് പഠിച്ചു. എന്തായിരുന്നു പാർത്തനോജെനിസിസ്? ഡെവലപ്മെന്റ് ഓഫ് ആൻ ഓർഗാനിസം വിതൗട്ട് ഫെർട്ടിലൈസേഷൻ അല്ലേ. അപ്പോമിക്സിസ് അതുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് ഓർക്കാം. പക്ഷെ പ്ലാന്റ്സിലാണ് അത് സാധാരണ അപ്പോമിക്സിസ് എന്ന ടേം ഉപയോഗിക്കുക. പാർത്തനോജെനിസിസിനോട് സാമ്യമുണ്ട് അവിടെയും അല്ലേ. അവിടെയും എന്താ പറയുക, വിതൗട്ട് ഫ്യൂഷൻ ഓഫ് ഗ്യാമീറ്റ്സ് അത് ഓർഗാനിസമായി മാറുകയാണ്. ഓർഗാനിസമായി മാറണമെങ്കിൽ പ്ലാന്റിൽ അത് എംബ്രിയോ ഉണ്ടാകണം. ഇവിടെ ഒരു സീഡ് അല്ലെങ്കിൽ സീഡിനകത്ത് എംബ്രിയോ ഉണ്ടാകുന്ന ഒരു രീതി തന്നെയാണ് അപ്പോമിക്സിസ് അല്ലേ. സോ പാർത്തനോജെനിസിസുമായിട്ട് സാമ്യപ്പെടുത്തി ഓർക്കാം. സോ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അപ്പോമിക്സിസ് ഈസ് ഓൾസോ കോൾഡ് അഗമോസ്പെർമി. ഇനി എങ്ങനെയാണ് ഈ അപ്പോമിക്സിസ് അല്ലെങ്കിൽ അഗമോസ്പെർമി
ആൻജിയോസ്പം പ്ലാന്റിൽ നടക്കുന്നത് നോക്കിയാൽ, in some species the diploid egg cell is formed without reduction division and develops into embryo without fertilization. എങ്ങനെയാ ഡിപ്ലോയിഡ് എക്സെൽ ഉണ്ടാകുക? നോർമലി ഡിപ്ലോയിഡ് അല്ലല്ലോ എക്സെൽ, ഹാപ്ലോയിഡ് അല്ലേ? അതായത് മെഗാസ്പോർ മദർ സെൽ എന്ന ഡിപ്ലോയിഡ് സെല്ല് റിഡക്ഷൻ ഡിവിഷൻ നടന്ന് 4 മെഗാസ്പോർസ് ഉണ്ടായി. അതിൽ ഒരു മെഗാസ്പോറിൽ നിന്നാണ് ഒരു എംബ്രിയോ സാക്ക് എന്ന ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഉണ്ടാകുക. ആ എംബ്രിയോ സാക്കിലാണ് ഹാപ്ലോയിഡ് ആയിട്ടുള്ള എക്സെൽ ഉണ്ടാകുക, അല്ലേ? മെഗാസ്പോർ മദർ സെല്ലിന് റിഡക്ഷൻ ഡിവിഷനേ നടക്കുന്നില്ല. അപ്പോൾ മെഗാസ്പോർ മദർ സെൽ ഡിപ്ലോയിഡ്, അത് ഡയറക്റ്റ് ആയിട്ട് ഫീമെയിൽ ഗ്യാമീറ്റ് ആകുക. ഫീമെയിൽ ഗ്യാമീറ്റ് ആകുന്നു എന്നുള്ളൂ, ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. അത് എംബ്രിയോ ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യുന്നു. അത് ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഫ്യൂസിങ് വിത്ത് സ്പെർം, അല്ലേ? അത് എംബ്രിയോ ആയി, സൈഗോട്ടായി, സൈഗോട്ടായി മാറുന്നു എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എംബ്രിയോ ആകുന്നു, മൾട്ടി സെല്ലുലാറായി മാറുന്നു, എംബ്രിയോ ആകുന്നു. ആ എംബ്രിയോ ഒരു പുതിയ ചെടിക്ക് പുതിയ ചെടിയായി ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് നടന്നില്ല നമ്മൾ പറഞ്ഞത്? ഒന്ന് മിയോസിസ്, മറ്റൊന്ന് ഫ്യൂഷൻ. ഓക്കെ, ഇങ്ങനെ ആണ് മിക്ക കേസുകളിലും. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു മെഗാസ്പോ മദർ സെൽ റിഡക്ഷൻ ഡിവിഷൻ നടക്കാതെ ഡയറക്റ്റ് ആയിട്ട് പിന്നെ എക്സെല്ലായി മാറി, എക്സെല്ല് ഡയറക്റ്റ് ആയിട്ട് എംബ്രിയോ ആയിട്ട് മാറി. ഓക്കെ, ഇനി apomixis in flowering plants is defined as it's an asexual method of reproduction or formation of seed from the maternal tissues of the ovule without undergoing meiosis and fertilization, and that leads to embryo development. Okay, ഇങ്ങനെ അപ്പോമിക്സിസ് മുഖേന സീഡ് ഉണ്ടായാൽ ചില ഗുണങ്ങളുണ്ട് ആ സീഡ്സിന്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന എംബ്രിയോയ്ക്ക് ചില പ്രത്യേക ഗുണങ്ങളുണ്ട്. അത് പേരൻ്റൽ പാർട്ട് തന്നെ ആയതുകൊണ്ട് അവ ബെറ്റർ ക്ലോൺസ് ആയിരിക്കും, അല്ലെങ്കിൽ പറയാം ദേ ആർ ജനറ്റിക്കലി സിമിലർ ടു ദ പേരന്റ് പ്ലാന്റ്. ദേ വിൽ ബി ഇൻഫെക്ഷൻ ഫ്രീ ആൻഡ് സാധാരണഗതിയിൽ ഹൈബ്രിഡൈസേഷൻ്റെ പ്രോഡക്ട്സിനെ നമ്മൾ ഹൈബ്രിഡ് എന്ന് വിളിക്കും. ഈ ഹൈബ്രിഡ്സ് നമ്മൾ നട്ട് വളർത്തി അതിൻ്റെ ഫ്രൂട്ട് ഉണ്ടായി അതിൽ നിന്ന് സീഡ്സ് കളക്ട് ചെയ്ത് പുതിയ ചെടികൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒരിക്കലും ആ ഹൈബ്രിഡ് ക്യാരക്ടറിസ്റ്റിക്സ് ചിലപ്പോൾ കിട്ടില്ല, സാധ്യത വളരെ കുറയും. അതിന് കാരണം സെഗ്രിഗേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് നടക്കും. നോർമൽ പോളിനേഷനാണ് ഹൈബ്രിഡ് പ്ലാന്റ്സിൽ നടന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ടായ സീഡ്സും നോർമൽ പോളിനേഷൻ പ്രോഡക്ട്സ് ആണ്. അപ്പോൾ ഹൈബ്രിഡിൻ്റെ ക്യാരക്ടേഴ്സ് അതിൽ നിന്ന് വ്യത്യാസപ്പെടും. അപ്പോൾ ഒരു തവണ ഹൈബ്രിഡ് സീഡ്സ് അല്ലെങ്കിൽ ഹൈബ്രിഡ് പ്ലാന്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു, ആ ഹൈബ്രിഡ് പ്ലാന്റിനെ അതിൻ്റെ അപ്പോമിക്റ്റിക് ആക്കി മാറ്റിയാൽ, അല്ലെങ്കിൽ അപ്പോമിക്റ്റിക് മിക്സിസ് മുഖേന സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ ആ ഹൈബ്രിഡിൻ്റെ തന്നെ ക്യാരക്ടേഴ്സ് ഉള്ള പുതിയ പ്ലാന്റ്സിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. സോ അപ്പോമിക്റ്റിക്കലി പ്രൊഡ്യൂസ്ഡ് ഓഫ്സ്പ്രിങ്സിന് ചില പ്രത്യേകതകളുണ്ട്. ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ആയിരിക്കും പേരന്റ് പ്ലാന്റിന്, അവ ബെറ്റർ ക്ലോൺസ് ആയിരിക്കും, ഇൻഫെക്ഷൻ ഫ്രീ, അതായത് നമുക്ക് പിന്നെ ഡിസീസ് ഇല്ലാത്ത പ്ലാന്റ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ സെഗ്രിഗേഷൻ ഓഫ് ക്യാരക്ടേഴ്സ്, ഹൈബ്രിഡ്സിൽ പ്രത്യേകിച്ച് അത് സെഗ്രിഗേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഇല്ലാതെ നമുക്ക് പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി അപ്പോമിക്റ്റിക് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പല രീതികളുണ്ട്. അതിലേതൊക്കെ രീതികളാണ് നമുക്ക് നോക്കാം. അതിലൊന്നാണ് റിക്കറൻറ്റ് അഗമോസ്പെർമി. റിക്കറൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ മിയോസിസോ സിൻഗമിയോ നടക്കാതെ ഒന്നുകിൽ ന്യൂസെല്ലാർ സെല്ലിൽ നിന്ന് അല്ലെങ്കിൽ മെഗാസ്പോർ മദർ സെല്ല് ഡയറക്റ്റ് ആയിട്ട്, അതായത് ഇപ്പോൾ 2 ഡിപ്ലോയിഡ് സെൽസ് ആണ്, ന്യൂസെല്ലാർ സെല്ലും മെഗാസ്പോർ മദർ സെല്ലും. ഈ ഡിപ്ലോയിഡ് സെൽസ് ഡയറക്റ്റ് ആയിട്ട് എംബ്രിയോ ആയി മാറാം. ആ രീതിയാണ്
റിക്കറന്റ് അഗമോസ്പെർമി പറയാം. അത് ന്യൂസെല്ലാർ സെല്ലാണ് അപ്പോമിക്സിസ് മുഖേന എംബ്രിയോ ആയി മാറുന്നതെങ്കിൽ അതിനെ അപ്പോസ്പോറി എന്നും, അതല്ല ഡിപ്ലോയിഡ് മെഗാസ്പോർ മദർ സെൽ എന്നാണ് അപ്പോമിക്റ്റിക് സീഡ്സ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ ഡിപ്ലോസ്പോറി എന്നും പറയും. സോ 2 ടേമാണ് നമ്മളിവിടെ പറഞ്ഞത്, അപ്പോസ്പോറി ആൻഡ് ഡിപ്ലോസ്പോറി. ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞതാണ്, നിങ്ങൾക്കിത് പഠിക്കാനില്ല. എൻട്രൻസ് ഒക്കെ എഴുതാൻ താല്പര്യമുള്ളവർക്ക് ചിലപ്പോൾ പെടാം. സോ റിക്കറന്റ് അഗമോസ്പെർമി എന്ന് പറഞ്ഞാൽ പേരന്റൽ മെറ്റേണൽ ടിഷ്യൂവിലെ ഡിപ്ലോയിഡ് പാർട്സിൽ നിന്ന് ഡിപ്ലോയിഡ് എംബ്രിയോ ഉണ്ടാകുന്നു വിതൗട്ട് മിയോസിസ് ആൻഡ് ഫ്യൂഷൻ. ഓക്കെ, മറ്റൊന്നാണ് നോൺ റെക്കറന്റ് അഗമോസ്പെർമി. നോൺ റെക്കറന്റ് അഗമോസ്പെർമി എന്ന് പറയുമ്പോൾ അവിടെ ഹാപ്ലോയിഡ് എംബ്രിയോ ആണ് ഉണ്ടാകുക. എഗ് ഒഴികെ ബാക്കി ഏതെങ്കിലും ഹാപ്ലോയിഡ് സെൽസ് പിന്നെ എംബ്രിയോ ആയി മാറുക. പക്ഷെ അങ്ങനെ ഹാപ്ലോയിഡ് എംബ്രിയോ ഉണ്ടാകുന്നെങ്കിൽ അതൊരിക്കലും ആ സീഡ് വയബിൾ ആയിരിക്കില്ല. അങ്ങനെയും സീഡ് ഉണ്ടാകാം. ആ ഒരു രീതിയാണ് നോൺ റെക്കറന്റ് അഗമോസ്പെർമി. ഇനി മറ്റൊന്നാണ് അഡ്വെന്റീവ് പോളി എംബ്രിയോണി. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോമിക്റ്റിക് സീഡ്സ് ഉണ്ടാകാൻ സാധ്യതയുള്ള രീതികളാണ് പറഞ്ഞത്. ഒന്ന് റെക്കറന്റ് അഗമോസ്പെർമി, രണ്ടാമത് നോൺ റെക്കറന്റ് അഗമോസ്പെർമി, ഇനി മൂന്നാമത്തേതാണ് അഡ്വെന്റീവ് പോളി എംബ്രിയോണി. അതിനെ മറ്റൊരു രീതിയിലും പറയാം സ്പോറോഫൈറ്റിക് ബഡിങ്. അതായത് എംബ്രിയോ ഡെവലപ്മെന്റ് നടക്കും ഫ്രം ദ ഡിപ്ലോയിഡ് സെൽസ് ഓഫ് എംബ്രിയോ, ഡിപ്ലോയിഡ് സെൽസ് ഓഫ് ദ ഓവ്യൂൾ. അത് എഗ് സെൽ ആയിരിക്കാം, ഡിപ്ലോയിഡ് ന്യൂസെല്ലർ സെൽസ് ആയിരിക്കാം, ഇന്റഗ്മെന്റ്സ് ആയിരിക്കാം. അവ മെനി എംബ്രിയോസ് ആയിട്ട് മാറുക, ഒന്നിലധികം എംബ്രിയോസ് ആയി മാറുന്ന രീതിയാണ് അഡ്വെന്റീവ് പോളി എംബ്രിയോണി എന്ന് പറയുക. ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് പോളി എംബ്രിയോണി. പ്രൊഡക്ഷൻ ഓഫ് മോർ ദാൻ 1 എംബ്രിയോ എന്നർത്ഥം, പോളി എംബ്രിയോണി. സോ അപ്പോമിക്റ്റിക് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 3 രീതികളെയാണ് നമ്മൾ ഇവിടെ പരിചയപ്പെട്ടത്. അതിൽ പോളി എംബ്രിയോണി എന്ന് പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഇതാണ് ഡെഫിനിഷൻ: occurrence of more than 1 embryo from a single fertilized ovum or in a single seed. അത് ഫെർട്ടിലൈസ്ഡ് ഓവം ത്തിലുള്ള പിന്നെ അല്ലെങ്കിൽ ഫെർട്ടിലൈസ്ഡ് ഓവം തന്നെ മെനി എംബ്രിയോസ് ആയി മാറാം. അല്ല എങ്കിൽ അത് ഫെർട്ടിലൈസ്ഡ് ഓവം എന്ന് പറഞ്ഞാൽ സൈഗോട്ട് പല എംബ്രിയോസ് ആയിട്ട് മാറാം. അല്ല എങ്കിൽ പാർട്സ് ഓഫ് എ സീഡ്, മറ്റു പാർട്ട്, അതായത് വേറെ ഏതെങ്കിലും പാർട്ട്, മിക്കവാറും അത് ന്യൂസെല്ലസ് പാർട്സ് ആണ് കൂടുതലായിട്ട്. ഫോർ എക്സാമ്പിൾ സിട്രസിലാണെങ്കിൽ ന്യൂസെല്ലാർ സെൽസ്, എംബ്രിയോ സാക്കിനെ ചുറ്റിയിരിക്കുന്ന ന്യൂസെല്ലാർ സെൽസ് ഡിവൈഡ് ചെയ്യുകയും ആ ഡിപ്ലോയിഡ് ന്യൂസെല്ലാർ സെൽസ് ഓരോന്നും എംബ്രിയോ സാക്കിനകത്തേക്ക് പ്രൊട്രൂഡ് ചെയ്ത് അല്ലെങ്കിൽ അകത്തേക്ക് വളർന്ന് അത് ഓരോന്നും ഓരോ എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇൻ അഡീഷൻ ടു ഫെർട്ടിലൈസ്ഡ് വൺ മെനി എംബ്രിയോസ് ഉണ്ടാകും. ഈ കണ്ടീഷനെയാണ് എന്ത് വിളിക്കുക? പോളി എംബ്രിയോണി. ഓക്കെ, പോളി എംബ്രിയോണി. സോ പോളി എംബ്രിയോണി എന്താണ്? occurrence of more than 1 embryo in a seed. നമ്മളിവിടെ പോളി എംബ്രിയോണിയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഒരു സീഡിനകത്ത് നിന്ന് തന്നെ ഒന്നിലധികം പ്ലാന്റ്ലെറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ മെനി എംബ്രിയോസ് ഉണ്ട്. ഈ എംബ്രിയോസ് എങ്ങനെ ഉണ്ടായതാണ്? പോളി എംബ്രിയോണി എന്ന് പറയുന്നത് occurrence of many embryoes എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ആ എംബ്രിയോ ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ്? ബൈ അപ്പോമിക്സിസ് ആണ്. ശരിയല്ലേ? സോ വിതൗട്ട് അണ്ടർഗോയിങ് ഫ്യൂഷൻ ഓവ്യൂളിന്റെ പാർട്സ് എംബ്രിയോ ആയിട്ട് മാറുകയാണ് അല്ലേ. സോ ഈ കണ്ടീഷൻ ഇസ് കോൾഡ് polyembryony. Here it is shown the polyembryony and seed emergence of emergent traits in apomictic citrus. സിട്രസിലുള്ള രീതിയാണ്, സിട്രസ് സീഡ്സ് ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു ഹൈബ്രിഡ് സീഡ്സിനെ പറ്റി. ഹൈബ്രിഡ് സീഡ്സിന് ഗുണങ്ങൾ ഏറെയുണ്ട്. ഹൈബ്രിഡ്
സീഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ, അല്ലെങ്കിൽ ഹൈബ്രിഡ് പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ ഒരു ബെറ്റർ വെറൈറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. നിലവിലുള്ള ചെടികളിൽ നിന്ന് നല്ല ക്വാളിറ്റീസ് ഉള്ള 2 പ്ലാന്റ്സിനെ സെലക്ട് ചെയ്ത് അവയെ ആർട്ടിഫിഷ്യലി ക്രോസ് പോളിനേറ്റ് ചെയ്ത് ആ ഉണ്ടായ സീഡ് കളക്ട് ചെയ്ത് ആ സീഡിനെ ഒരു പ്ലാന്റ് ആക്കി മാറ്റുമ്പോൾ, അല്ലെങ്കിൽ ആ സീഡിൽ നിന്നുണ്ടാകുന്ന പ്ലാന്റ് ആണ് ഒരു ഹൈബ്രിഡ് പ്ലാന്റ് എന്ന് പറയുന്നത്. ആ സീഡിനെ നമുക്ക് എന്ത് വിളിക്കാം? ഹൈബ്രിഡ് സീഡ്. ഈ ഹൈബ്രിഡ് സീഡ് നോർമലി അതിനെ വിതച്ച് അല്ലെങ്കിൽ അതിനെ നട്ടു വളർത്തി അതിനെ ചെടികൾ വളരാൻ അനുവദിച്ച് നോർമൽ പോളിനേഷൻ നടക്കാൻ അനുവദിച്ചു. എന്നിട്ട് ആ ചെടിയിലുണ്ടാകുന്ന സീഡിനെ കളക്ട് ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ പറയുന്ന ഏത് ജനറേഷനാണ്? ഹൈബ്രിഡ് സീഡ് എപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തു? ബൈ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. ആ ഹൈബ്രിഡ് സീഡ് വിതച്ചുണ്ടാകുന്ന ചെടിയിലുണ്ടാകുന്ന സീഡ്സിന് ഹൈബ്രിഡ് സീഡിന്റെ ക്യാരക്ടർ കാണില്ല. കാരണം നോർമൽ പോളിനേഷൻ നടന്ന് അതിന്റെ ക്യാരക്ടേഴ്സ് സെഗ്രിഗേറ്റ് ചെയ്തു പോകും. നമ്മൾ പഠിച്ചതാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ. ഗ്യാമീറ്റ് ഫോർമേഷന്റെ സമയത്ത് ക്യാരക്ടേഴ്സ് സെഗ്രിഗേറ്റ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഹൈബ്രിഡ് പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സീഡ്സിന് ഹൈബ്രിഡ് സീഡിന്റെ ക്വാളിറ്റി കാണില്ല, അല്ലേ? അപ്പോൾ എന്തു വേണ്ടി വരും? ഓരോ തവണയും ഹൈബ്രിഡൈസേഷൻ നടത്തി ഹൈബ്രിഡ് സീഡ് പ്രൊഡ്യൂസ് ചെയ്ത് വേണം കർഷകൻ ഉപയോഗിക്കാൻ, അല്ലേ? അതാണ് ഒരു മേജർ പ്രോബ്ലം. ഹൈബ്രിഡ് സീഡിന്റെ പ്രൊഡക്ഷനിലെ ഒരു മേജർ പ്രോബ്ലം എന്താണ്? One of the major problems of hybrids is that hybrid seeds have to be produced every year. So, production of hybrid seeds എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. കാരണം അവിടെ ഹൈബ്രിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞ പ്ലാന്റ് സെലക്ഷൻ തൊട്ട് അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ നടന്ന് ഫെർട്ടിലൈസേഷൻ നടന്ന് ഫ്രൂട്ട് ഉണ്ടായ ഫ്രൂട്ടിനകത്ത് ഉണ്ടായ സീഡ് വേണം നമുക്ക് എടുക്കാൻ. അത് ടൈം കൺസ്യൂമിങ്ങും ആണ്. തന്നെയുമല്ല ആ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഹൈബ്രിഡ് സീഡ് ഫാമേഴ്സിന് താങ്ങാവുന്നതിലേറെയാണ്. എന്നാൽ അങ്ങനെ നമ്മൾ ഒരു തവണ ഹൈബ്രിഡ് സീഡ്സ് കൊണ്ടുവന്ന് നട്ട് വളർത്തി ആ ചെടിയിൽ നിന്ന് വീണ്ടും സീഡ് കളക്ട് ചെയ്യാമെന്ന് കരുതിയാൽ, പക്ഷെ ആ പ്രോജനി ഒരിക്കലും ഹൈബ്രിഡ് ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കില്ല. ദ പ്രോജനി വിൽ സെഗ്രിഗേറ്റ് ആൻഡ് ഡു നോട്ട് മെയിൻറ്റെയിൻ ദ ഹൈബ്രിഡ് ക്യാരക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഹൈബ്രിഡ് സീഡ്സിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ്. എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ഈ ഡിസ്അഡ്വാൻറ്റേജസ് മനസ്സിൽ വെച്ചേക്കുക. ഇനി അങ്ങനെയുള്ള കണ്ടീഷനെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാം? ഹൈബ്രിഡ് പ്ലാന്റ്സ് ക്രോസ് പോളിനേഷൻ്റെ പ്രോഡക്റ്റാണ്. അങ്ങനെ ഉണ്ടായ സീഡാണ്, ക്രോസ് പോളിനേഷൻ നടത്തി ഉണ്ടായ സീഡാണ് ഹൈബ്രിഡ് സീഡ്. ഈ ഹൈബ്രിഡ് സീഡിൻ്റെ പ്രൊഡക്ഷൻ ഇഷ്ടംപോലെ പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ആവശ്യത്തിന് ഓരോ തവണയും ഉപയോഗിക്കാൻ പറ്റൂ. ഒരു തവണ ഉപയോഗിച്ച സീഡ് വളർന്നുണ്ടായ ചെടിയിൽ നിന്നുള്ള സീഡിനെ നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ വർഷാവർഷം സീഡ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അല്ല എന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് ക്യാരക്ടറിസ്റ്റിക്സ് നഷ്ടമാകും. എന്നാൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലിയാണ്. ആ കോസ്റ്റ് ഫാമേഴ്സ് താങ്ങാവുന്നതിലേറെയാണ്. അപ്പോൾ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹൈബ്രിഡ് സീഡ്സ് ഉപയോഗിക്കുമ്പോൾ ആ ഹൈബ്രിഡ് സീഡിനെ പ്രൊഡ്യൂസ് ചെയ്ത ഹൈബ്രിഡ് സീഡിനെ തന്നെ അപ്പോമിക്റ്റാക്കി മാറ്റിയാൽ, അല്ലെങ്കിൽ അപ്പോമിക്സിസ് നടക്കാനുള്ള പ്രേരണ കൊടുത്താൽ, അവിടെ ക്യാരക്ടർ സെഗ്രിഗേഷൻ നടക്കാതെ ഉണ്ടാകുന്നതെല്ലാം എംബ്രിയോ ഉണ്ടാകും. പക്ഷെ എംബ്രിയോ ഏത് വിധത്തിലുണ്ടാകും? ബൈ സെക്ഷൽ മീൻസ് ഉണ്ടാകുന്ന എംബ്രിയോസ് ഒക്കെ പേരന്റൽ ക്യാരക്ടറിസ്റ്റിക്സ്. പേരന്റ് ഏതാണ് അവിടെ? ഹൈബ്രിഡ് സീഡാണ്. ആ ഹൈബ്രിഡ് സീഡിലുണ്ടാകുന്ന എംബ്രിയോസ് എല്ലാം നമ്മൾ ഉദ്ദേശിച്ച ബെറ്റർ ക്വാളിറ്റിയുള്ള പ്ലാന്റ്സ് തന്നെയായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലേ? സോ അപ്പോമിക്സിസ് മുഖേനയാകുമ്പോൾ വീണ്ടും വീണ്ടും അതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുമില്ല. ഈ പറയുന്ന കോസ്റ്റ് വേണ്ടി വരുന്നില്ല. വർഷാവർഷം സീഡ് റേസ് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. ഓക്കെ, സോ ഹൈബ്രിഡ് സീഡ്സിനെ അപ്പോമിക്റ്റിക് ആക്കി മാറ്റിയാൽ സെഗ്രിഗേഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഒഴിവാക്കാം. അതുവഴി വർഷാവർഷം ഹൈബ്രിഡ് സീഡിന്റെ പ്രൊഡക്ഷൻ വേണ്ട എന്ന് വെക്കാം.
ഹൈബ്രിഡ് സീഡ്സിന് ഓരോ തവണയും ഫാമേഴ്സിന് വാങ്ങിക്കേണ്ട എന്നുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് ലോകമെമ്പാടുമുള്ള പല ലബോറട്ടറീസിലും ഈ അപ്പോമിക്സിസ് ഹൈബ്രിഡ് സീഡിൻ്റെ പ്രൊഡക്ഷന് അപ്പോമിക്സിസ് എന്ന ടെക്നിക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏതൊക്കെ രീതിയിലാണെന്ന് ചോദിച്ചാൽ, ടു അണ്ടർസ്റ്റാൻഡ് ദ ജെനറ്റിക്സ് ഓഫ് അപ്പോമിക്സിസ്, എങ്ങനെയാണ് അപ്പോമിക്സിസ് നടക്കുന്നത്, എങ്ങനെ അപ്പോമിക്സിസ് ഹൈബ്രിഡ് സീഡ്സിൽ കൊണ്ടുവരാമെന്നതിനും, ഇനി അപ്പോമിക്റ്റിക് ജീൻസ് ഹൈബ്രിഡ് വെറൈറ്റീസിൽ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നും ഒക്കെ പഠിക്കുന്നതിനായിട്ട് പല സ്ഥലങ്ങളിലും സയൻറ്റിസ്റ്റുകൾ ലബോറട്ടറീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുവഴി ഹൈബ്രിഡ് സീഡിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് ധാരാളമായിട്ട് വലിയ കോസ്റ്റ് ഒന്നും ഇല്ലാതെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോമിക്സിസും പാർത്തനോകാർപ്പിയും തങ്ങളിലുള്ള കമ്പാരിറ്റീവ് സ്റ്റഡി. അപ്പോമിക്സിസ് എന്തായിരുന്നു? പ്രൊഡക്ഷൻ ഓഫ് സീഡ് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ. പാർത്തനോകാർപ്പി പ്രൊഡക്ഷൻ ഓഫ് ഫ്രൂട്ട്സ് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ. ഇനി അപ്പോമിക്സിസ് എന്ന് പറയുന്നത് പാർത്തനോകാർപ്പിയും എസെക്ഷൽ മെത്തേഡാണ് അല്ലേ? ഏതർത്ഥത്തിൽ? ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല എന്നർത്ഥത്തിൽ. ഇത് അപ്പോമിക്സിസ് എല്ലാ ചെടികളിലും കോമൺ അല്ല. ചില സമയത്ത് ചില ചെടികളിൽ മാത്രമാണ് കോമൺ. പിന്നെ സിട്രസ്, മാംഗോ പോലെയുള്ള ചെടികളിൽ. എന്നാൽ പാർത്തനോകാർപ്പിയും അതുപോലെ ചില സ്പെസിഫൈഡ് മിക്കവാറും എന്താ പറയുക, ചില ഹോർമോൺസിൻ്റെ എഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് പാർത്തനോകാർപ്പി. അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഓവറി വാള് ഫ്രൂട്ടായി മാറുന്ന കേസാണ്. ഓക്കെ, അപ്പോമിക്സിസ് എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷനെ മിമിക് ചെയ്യുന്ന ഒരു എസെക്ഷൽ മെത്തേഡാണ്. പാർത്തനോകാർപ്പി എന്ന് പറയുന്നത് ഹോർമോൺസിൻ്റെ എഫക്റ്റ് മൂലം ഫെർട്ടിലൈസേഷൻ തടസ്സപ്പെട്ട് ഫ്രൂട്ട് ഫോമേഷൻ ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. ഓക്സിൻ, ലിബർലിൻ പോലെയുള്ള ഹോർമോൺസിൻ്റെ എഫക്റ്റ് കൊണ്ട് ഫ്രൂട്ട് ഫോമേഷൻ നടക്കുന്ന ഒരു രീതിയാണ്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് മറ്റൊരു കമ്പാരിസൺ ആണ് അപ്പോമിക്സിസും പോളി എംബ്രിയോണിയും. രണ്ടും നമ്മൾ ഒരുപോലെയാണ് പറഞ്ഞു വെച്ചത്. അപ്പോമിക്സിസ് ആൻഡ് പോളി എംബ്രിയോണിയാണ് പറഞ്ഞത്. എന്തായിരുന്നു അപ്പോമിക്സിസ്? ഫോമേഷൻ ഓഫ് seeds without fertilization. It is an asexual method of reproduction without fertilization. അവിടെ without fertilization and meiosis അല്ലേ? എന്നാൽ പോളി എംബ്രിയോണി എന്ന് പറയുന്നത് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ ആവണമെന്നില്ല. മോർ ദാൻ വൺ എംബ്രിയോ ഫോം ചെയ്യുന്ന രീതിയാണ് പോളി എംബ്രിയോണി എന്ന് പറയുന്നത്. അത് നോർമൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ പ്രോഡക്റ്റ് ആയിട്ടും ഉണ്ടാകാം, അല്ലാതെയും ഉണ്ടാകാം. ഇനി അതുകൊണ്ട് തന്നെ അത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി അപ്പോമിക്സിസിൽ സീഡ് പ്രൊഡക്ഷൻ അല്ല നമ്മളവിടെ പറയുന്നത്. അപ്പോമിക്സിസിൽ സീഡ് ഫോം ചെയ്യാൻ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. സീഡിൻ്റെ പ്രൊഡക്ഷനിലപ്പോൾ എന്ത് ബാധകമാകുന്നില്ല? മിയോസിസും ഫെർട്ടിലൈസേഷനും ഒന്നും നടക്കാതെയാണ് സീഡ്സ് ഉണ്ടാകുന്നത്. എന്നാൽ പോളി എംബ്രിയോണിൽ സീഡ് പ്രൊഡക്ഷൻ may occur with or without fertilization. Plants produced by apomixis, അത് ജനറ്റിക്കലി പേരന്റ് പ്ലാന്റിനോട് സിമിലർ ആയിരിക്കും. കാരണം അവിടെ എസെക്ഷൽ മാനറിലാണ് ഓഫ്സ്പ്രിങ്സ് ഉണ്ടാകുന്നത്. എന്നാൽ പോളി എംബ്രിയോണി വഴി ഉണ്ടാകുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം എന്താണ്? അവിടെ ജനറ്റിക്കലി ഐഡന്റിക്കൽ ആകാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സെക്ഷൽ മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നോട്ട്ബുക്ക് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുക, എല്ലാ നോട്ട്സും തയ്യാറാക്കുക, സംശയങ്ങളുള്ളത് ചോദിക്കുക. അടുത്ത ഒരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.